അങ്ങനെ ഇത്തവണ ക്യാമറയിൽ കുടുങ്ങിയത് കുറച്ച് പ്രാവുകളാണ്. ഈ പ്രാവ് എന്ന് പറഞ്ഞപ്പോൾ അത്ര വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഈ പ്രാവുകളെ കണ്ടെത്തിയത് ഈ പൂരപ്പറമ്പിലാണ്, തൃശ്ശൂർ പൂരപ്പറമ്പിലാണ്. അതും തെക്കേ ഗോപുരത്തിന് മുന്നിലാണ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറഞ്ഞൊരു വിശ്വവിഖ്യാതമായിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതിൽ തന്നെ പൂരത്തിലെ വലിയ വിശേഷപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുടമാറ്റമായിട്ടാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. പണ്ടൊക്കെ തെക്കോട്ട് ഇറക്കുന്നതാണ് പറയുക. അതായത് ഈ തെക്കേ ഗോപുരം പൂരത്തിൻ്റെ അന്നാണ് തുറക്കുക. ആ തുറന്നിട്ട് അങ്ങോട്ട് പിന്നെ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്കാണ്. അതായത് തെക്കോട്ട് പോകും തോറും ഇങ്ങനെ താഴേക്കാണ്. അപ്പോൾ ആ തെക്കോട്ട് ഇങ്ങനെ ഇറങ്ങി വരണം, അതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ആ സമയത്താണ് കുടമാറ്റം നടന്നിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് നടക്കണത്. എന്തായാലും അപ്പോൾ ഈ പ്രാവുകൾ ഒരു സവിശേഷ കാഴ്ചയായിട്ട് കണ്ടെത്തിയത് ഈ ഗോപുരത്തിൻ്റെ മുന്നിലാണ്. ഗോപുരമൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഇനി അടുത്ത പൂരം വന്നാലാണ് തുറക്കുക. അപ്പോൾ ആളുകൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരു അതിഥി തൊഴിലാളിയുടെ മകൻ ഈ പ്രാവുകളായിട്ട് ചങ്ങാത്ത കൂടിയിരിക്കുന്നത്. അപ്പോൾ ആളുകൾ എന്താ വെച്ചാൽ ഇവിടെ ഒരു പ്രാവുകൾ ആദ്യം വളരെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറേ പ്രാവുകളായി. അത് നല്ലൊരു കാഴ്ച തന്നെയാണ്. പിന്നെ ആളുകൾ പലപ്പോഴും തീറ്റയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പ്രാവുകൾക്കുള്ള പേടി വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ പൂരപ്പറമ്പിൽ ഇങ്ങനെ ആളുകൾ പലവിധ കാര്യങ്ങളിൽ ഇങ്ങനെ ഭ്രമിച്ച് ഇങ്ങനെ കഴിയണം. അതിനിടയിൽ ഈ പ്രാവുകളുണ്ട്, പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നവരുണ്ട്, പ്രാവുകളെ കണ്ടിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഈ മുത്തച്ഛന് ഈ പ്രാവുകൾക്ക് ആളേനും പേടിയില്ല. ആരും ഈ പ്രാവുകളായിട്ട് ദ്രോഹിക്കുന്നില്ല. അതൊക്കെ ഒരു മനോഹരമായിട്ടൊരു സംഭവമാണല്ലോ. പ്രാവുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കേണ്ട ആളുകളാണെന്ന് ഒക്കെ ആളുകൾക്കും മനസ്സിലായി, പ്രാവുകൾക്കും മനസ്സിലായി. നമ്മളെ ഇവരൊക്കെ ചേർക്കും. എങ്കിൽ അതിൻ്റെ ഇടയിൽ ചില കാക്കകൾ കൂടിയുണ്ട് ഈ തീറ്റ എടുക്കാൻ. അപ്പോൾ കാക്കകൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ കാക്കകളെയാണ് ഒരു പരിധി വരെ ഈ പ്രാവുകൾക്ക് പേടി. മനുഷ്യരെ അവർക്ക് അത്ര അങ്ങോട്ട് ഭയമില്ല. പക്ഷേ ഈ കാക്കകളെ ഇടയ്ക്ക് ഇവരെ ദ്രോഹിക്കുന്നതായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചാൽ കാണാൻ മനസ്സിലാവും. എങ്കിലും അവർ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ട് കാക്കകളെന്ന് അവർ വില വയ്ക്കുന്നില്ല. അപ്പോൾ ഈ തൃശ്ശൂർ പൂരപ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് പൂരമുള്ള കാലത്തായാലും പൂരമില്ലാത്ത കാലത്തായാലും ആളുകൾക്ക് ഒരു കാഴ്ച വിരുന്നിന് പലവിധ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നേരം പോകാൻ വന്നിരിക്കുന്ന ആളുകളുണ്ട്, ഷീറ്റ് കളിക്കുന്ന ആളുകളുണ്ട്, ചൊറ പറയുന്ന ആളുകളുണ്ട്, കമിതാക്കളുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇന്നിപ്പോൾ ഈ കൊച്ചു മിടുക്കനാണ് ഇവരുടെ കൂടെ കൂടിയിട്ടുള്ളത്. ആരൊക്കെയോ ചേർന്ന് കൊടുത്തിട്ടുള്ള തീറ്റയുടെ പങ്കെടുക്കാൻ വന്നിട്ടുള്ളവരുടെ കൂടെ അവനും ഈ പ്രാവുകളായിട്ട് ചങ്ങാത്തം പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവരെ പരമാവധി ഈ ഇവനെ കൂട്ടത്തിൽ ചേർക്കണമുണ്ട്. എന്നാലും ഇത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തോന്നിയതാണ് ഇതൊക്കെ ഒന്ന് ക്യാമറയിൽ പകർത്തിയാലോ എന്ന്. ആ വിഭവങ്ങളാണ് അല്ലെങ്കിൽ ആ കാഴ്ചകളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കണത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ സംഭാഷണം നിർത്തുകയാണ്. ബാക്കി കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് കാണാം. ഓക്കെ.